6 വാക്യങ്ങൾ വായിക്കുന്നു. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല. മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. Make sure that your character is free from the love of money, being content with what you have. For he himself has said, I will never desert you, nor will I ever forsake you. So that we confidently say, the Lord is my helper. I will not be afraid. What will man do to me? Praise the Lord. ന്യൂ ഇയറിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. We entered into a brand new year. അതിനോട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാനായിട്ടാണ് ഞാൻ പോകുന്നത്. I'm going to tell something related to that. എനിക്ക് നിങ്ങളുടെ വളരെ അറ്റൻറ്റീവ്നെസ് വേണം. ഒട്ടും ഡിസ്ട്രാക്റ്റഡ് ആകാതെ പ്ലീസ് ലിസൺ ടു മീ വെരി കെയർഫുള്ളി. I would like to invite all of your undivided attention. നമുക്കെല്ലാം നാളെ എന്നാ നടക്കുമെന്ന് ആർക്കും അറിയില്ല. We are all not too sure what is going to happen tomorrow. നാളെ എന്ന് പോട്ടെ, നെക്സ്റ്റ് മിനിറ്റിൽ എന്നാ നടക്കുമെന്ന് നമുക്കറിയില്ല. We are unaware what is going to happen in the next moment. നെക്സ്റ്റ് മിനിറ്റിൽ എന്നാ നടക്കുന്നു എന്നറിയാത്തത് കൊണ്ടാണ് നമ്മളീ പലരെയും വറി ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്നതിൻ്റെ കാരണം. Since we are unaware of what is going to happen in the next moment, that's the reason we are covered with worries. എന്നാൽ ധൈര്യത്തോടെ കറേജിയസ് ആയിട്ട് മുന്നോട്ട് നടക്കാനായിട്ട് തിരുവെഴുത്തിനകത്ത് നിരവധി പ്രോമിസസ് പരിശുദ്ധാത്മാവ് നൽകിയിട്ടുണ്ട്. But throughout the scripture, we have a lot of promises to walk with strength and courage. പക്ഷേ അങ്ങനെയൊക്കെ പ്രോമിസ് ഉണ്ടെങ്കിൽ പോലും വറി നമ്മളെ പിടിക്കാറുണ്ട് പലപ്പോഴും. Even though we know there are many promises in the scripture, still many times worry caught us. ഒരാൾ പറഞ്ഞത് വറി ഈസ് ദ മൈൽഡ് ഫോം ഓഫ് എത്തീസം എന്നാണ് പറഞ്ഞത്. One man said that worry is the mild form of atheism. എന്ന് പറഞ്ഞാൽ നമ്മൾ when we are worrying in that sense we are thinking that there is no God, right? Amen. അല്ലേ, നമ്മൾ ആകുല ചിന്ത അങ്ങോട്ട് കൂടി കഴിയുമ്പം ഞാനിപ്പോൾ ഇവിടുത്തെ സാക്ഷ്യം കേട്ടപ്പോൾ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ഓർത്ത് സോവർണിറ്റി ഓഫ് ഗോഡ് അങ്ങ് പ്രസംഗിച്ചാലോ എന്ന് ഞാൻ അങ്ങ് ആലോചിച്ചു. Worry is usually the cause of all the people, but when I was listening to the testimonies, why don't I preach the sovereignty of the Lord today? ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ വായിച്ചൊരു വാക്യം, ഞാനൊരു വിഷയം അതല്ലെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ ക്രൈസിസ് വരുമ്പം പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വരുന്നൊരു വാക്യം എഫീഷ്യൻസ് 1:11 ആണ്. Usually whenever crisis come into my life, എല്ലാ സാഹചര്യത്തിലും in all my situations, almost all circumstances, I usually lean upon this verse, Ephesians chapter 1 verse 21. 11. ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? തൻ്റെ ഹിതത്തിൻ്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്നവന്റെ നിർണയപ്രകാരം വെരി ക്ലിയർ ആയിട്ട് എഴുതിയേക്കാണ്. ഹാവിങ് ബീൻ predestined according to his purpose, who works all things after the counsel of his will. Amen. Hallelujah. അതിനകത്ത് ഒരു സംശയവും വേണ്ട, കർത്താവ് നമ്മളെ അങ്ങനെ തന്നെയാണ് ഓരോ ദിവസം നടത്തുന്നത്. അതുകൊണ്ട് നമ്മളാരും നിരീശ്വരന്മാരോ എത്തീസ്റ്റോ ഒന്നും അല്ല. അതുകൊണ്ട് വറിക്ക് നമ്മുടെ ഈ സ്ഥാനം ഈ വർഷം ഉണ്ടാകാനായിട്ട് പാടില്ല. We can see here the verse is having been predestined according to his purpose, who works all things after the counsel of his will. That is the promise we have. So there is no place in the coming days for worry in our lives. അങ്ങനെയെങ്കിൽ നാളുകളെ പറ്റിയുള്ള ആകുല ചിന്ത എങ്ങനെ മറികടക്കാം എന്നതിൻ്റെ ഒരു കാര്യം ദൈവവചനത്തിൽ നമ്മെ പറ്റി പറഞ്ഞിരിക്കുന്ന വളരെ കൃത്യമായ പ്രോമിസുകളിൽ ആശ്രയിച്ചാൽ നമുക്ക് വളരെ സന്തോഷത്തോടെ നാളുകൾ ജീവിക്കാനായിട്ട് കഴിയും. What is an antidote to worry? Trust in the Lord and lean on him. നിങ്ങൾക്കറിയാമോ, ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഈ ഒരു സന്ദേശം പ്രിപ്പയർ ചെയ്യാൻ കാരണമൊക്കെ ഉണ്ട്. ഒരാൾ എഴുതിയേക്കുന്നത് 8,810 പ്രോമിസസ് ബൈബിളിൽ ഉണ്ടെന്നാണ്. One man said almost 8,810 promises we can see throughout the scripture. വേറൊരാൾ പറഞ്ഞു more than 7,000 promises ഉണ്ടെന്നാണ്. Another man said that more than 7,000 promises we can see in the Bible. നമ്മുടെ ടിപ്പിക്കൽ മലയാളത്തിൽ ഇങ്ങനെ പറയാം, ഒരു
എന്താ പറയുക, ഒരു ഒരു 19,000 പ്രോമീസസ് തിരുവഴുത്തിനകത്തുണ്ട് അല്ലേ. അതുകൊണ്ട് ധൈര്യമായിട്ട് മൈൽഡ് ഫോം എത്തീസത്തിലേക്ക് പോകാതെ കർത്താവിൽ ആശ്രയിച്ച് നമുക്ക് ഈ വർഷം എന്ത് ചെയ്യണം? ജീവിക്കണം. So I can say strongly that since we have several promises throughout the Bible as do not worry, let us trust in him and let us face with courage in the coming days of this new year. ഒരു ഭക്തൻ പറഞ്ഞ വാചകം ഇതാണ്: ക്രിസ്ത്യൻ ലൈഫിൽ നമ്മൾ നടക്കുമ്പോൾ അവൻ്റെ പ്രോമിസസ് ചവിട്ടാതെ നടക്കാനായിട്ട് പറ്റുകയില്ലെന്ന്. One man of God said that when we lead a Christian life, we are unable to walk without pressing or stamping our foot on his promises. കാരണം അതുപോലെ ദൈവിക വാഗ്ദത്തമാണ് തിരുവഴുത്തിനകത്ത്. Because so that much promise is contained in the book of this Bible. ഞാൻ ഈ വാക്യത്തിലേക്ക് വരുന്നതിന് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് എനിക്ക് വരാനായിട്ട് പറ്റും. I'm giving you an introduction before coming to the topic of my subject. ദൈവിക വാഗ്ദത്തങ്ങളുടെ രണ്ട് പ്രത്യേകതയുണ്ട്. രണ്ട് പ്രത്യേകത. There are two specificity for God's promises. ഒന്നാമത്തെ കാര്യം, ബൈബിൾ വെരി ക്ലിയർ ആണ്. ദൈവം ഫോഷ്ക്ക് പറയില്ല. He never lie. Amen. First thing is God is not a liar. അങ്ങനെയെങ്കിൽ തിരുവഴുത്തിനകത്ത് പറഞ്ഞേക്കുന്ന നമ്മോടുള്ള ബന്ധത്തിൽ, ഞാൻ ന്യൂ ടെസ്റ്റ്മെന്റ് പെർസ്പെക്റ്റീവിലേക്ക് വരാം, നമ്മോടുള്ള ബന്ധത്തിൽ പറഞ്ഞേക്കുന്ന എല്ലാ പ്രോമിസസും പറഞ്ഞേക്കുന്നത് ഒരിക്കലും വ്യാജം പറയാത്ത കർത്താവാണ്. If that is so, our God is a faithful God. He is not a liar. If he says whatever in this book of the Bible, all those scriptures are true. ഒരിക്കലും he never lie. Amen. ഒരു കാരണവശാലും കർത്താവ് നുണ പറയില്ല എന്നാണ് തിരുവഴുത്ത് നമ്മളോട് പറഞ്ഞേക്കുന്നത്. Scripture affirms that God will never lie and all his promises are yes. അങ്ങനെയെങ്കിൽ പ്രോമിസസിന്റെ ആദ്യത്തെ പ്രത്യേകത, God cannot lie. First importance of promises is God cannot lie. രണ്ടാമത്തെ പ്രത്യേകത, രണ്ട് വാക്ക് 2 Peter chapter 1 verse 4 രണ്ട് പദങ്ങൾ പ്രോമിസസിനെ പറ്റി പറയുമ്പോൾ പത്രോസ് അവിടെ പറയുന്ന രണ്ട് പദങ്ങളുണ്ട്. 2 Peter chapter 1 verse 4, അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വവുമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. precious and magnificent promises എന്ന് നമുക്ക് അവിടെ കാണാം. Amen. We can see in the book of 2 Peter, we can see his promises are precious and magnificent. ഈ മാഗ്നിഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഈ മെഗാ എന്നൊരു വാക്ക് കേട്ടിട്ടുണ്ടല്ലോ. മെഗാ ഇപ്പം മെഗാ കൺവെൻഷൻ, മെഗാ ക്രൂസേഡ്, ഇപ്പം മെഗാ ഷോപ്പിംഗ്, ഇങ്ങനെയൊക്കെ ആ മെഗാ എന്നതിൻ്റെ സൂപ്പർലേറ്റീവ് വേർഡാണ് മാഗ്നിഫിഷ്യന്റ് എന്ന വാക്ക്. We all are familiar and heard a lot of times the phrase mega, and there it is a superlative form of that phrase. Mega is the word magnificent. നോക്കൂ, അങ്ങനെങ്കിൽ ഇതിനെ രണ്ടിനെയും കൂടെ ചേർത്തേ. ഫോഷ്ക്ക് പറയാത്ത ദൈവം വിലയേറിയതും അതിമഹത്വവുമായ വാഗ്ദത്തങ്ങളെ നമുക്ക് നൽകിയിരിക്കയാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം ധൈര്യത്തോടെ ഈ വർഷം ജീവിക്കാം. We can see that God cannot lie and he provided us precious and magnificent promises that are the reasons we can face each days of this new year with courage. നിങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്രമാത്രം പ്രോമിസസ് നമുക്ക് കാണാതറിയാവുന്ന വാക്യങ്ങളിൽ തന്നെയുണ്ട് ഇല്ലേ? എത്രമാത്രം. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുള്ള ഫസ്റ്റ് സീക്ക് ദ കിങ്ഡം ഓഫ് ഗോഡ് എവറിത്തിങ് വിൽ ആർഡർ ആൻഡ് യു. അങ്ങനെ നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ആലോചിച്ച് കഴിഞ്ഞാൽ ഹൺഡ്രഡ്സ് ഓഫ് പ്രോമിസ് വേഴ്സസ് നമ്മുടെ മനസ്സിലേക്ക് വരും. ഇതിനെ ചേർത്തിട്ട് പറയാം, ഇത് പറഞ്ഞത് ഫോഷ്ക്ക് പറയാത്ത ദൈവമാണ്. അതിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത, അത് പ്രഷ്യസ് ആണ്, മാഗ്നിഫിഷ്യന്റ് ആണ്. We can, when we sit over here, when we think through several scriptures which affirms us that God's promises that he is a faithful and he is not a liar, and not only that, his promises are precious and magnificent, so we can trust completely on him.
ഇനിയും വായിച്ച വാക്യത്തിലേക്ക് വരാം. Let us turn back to the verse we've just read. 5-ാം വാക്യം 13:5 ഒരു വാഗ്ദത്തം ഓൾഡ് ടെസ്റ്റമെന്റിൽ നിന്ന് പരിശുദ്ധാത്മാവ് കോട്ട് ചെയ്ത് 5-ാം വാക്യത്തിനകത്ത് എഴുതിയേക്കുകയാണ്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ യാഹ്വേ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. We can see one promise, we can see the verses which we just read, which is quoted from the Old Testament. That is in this way, I will never leave you nor forsake you. ഈ വാക്യം ആ പ്രോമിസസിന്റെ സറൗണ്ടിൽ കിടക്കുന്ന കാര്യങ്ങളെല്ലാം ഈ പ്രോമിസിനെ ബേസ് ചെയ്തുള്ള കാര്യങ്ങളാണ്. All the other verses are surrounding this promise. ഈ വാക്യത്തെ ഒന്ന് അതിന്റെ ഒരു എക്സജീസിസ് തന്നിട്ട് ഞാൻ അതിന്റെ സറൗണ്ടിങ്സ് പറയാം. I would like to provide exegesis and then I'm going to say the surroundings. ഇന്നലെ ഞാനും സാമും ചോദിച്ചാനെല്ലാം കൂടെ വർത്തമാനം പറഞ്ഞപ്പോൾ ഒരു സെന്റൻസ് ഞങ്ങളുടെ മനസ്സിലേക്ക് വന്നു. ടെക്സ്റ്റ് വിത്തൗട്ട് കോണ്ടസ്റ്റ് ഈസ് പ്രീ ടെക്സ്റ്റ് എന്ന് ഞങ്ങൾ ഇന്നലെ രാത്രി സംസാരിച്ചു. Yesterday we got a chance to discuss about text without a context is പ്രീ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ കോണ്ടക്സ്റ്റ് ഇല്ലാതെ വാക്യം വായിച്ചു കഴിഞ്ഞാൽ ഭയങ്കര മണ്ടത്തരം എന്നാണ് അതിന്റെ അർത്ഥം. Text without a context is very blunt or it won't make any sense. ഈ ചില വാക്തത്വങ്ങളൊക്കെ വായിക്കുമ്പോൾ അത് നമുക്കുള്ളതേ ആയിരിക്കുകയില്ല, അത് ഇന്ന കാര്യം ഒബേ ചെയ്തവർക്ക് ദൈവം കൊടുത്തതായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ടെക്സ്റ്റ് വിത്തൗട്ട് കോണ്ടക്സ്റ്റ് ഈസ് പ്രീ ടെക്സ്റ്റ്. So then when we read certain promises, if we are not following or if we are not obeying his commandment, that promise is not at all applicable to us. പക്ഷേ ഇവിടെ 5-ാമത്തെ വാക്യം അങ്ങനല്ല. സകല ദൈവമക്കൾക്കും ഉള്ള വാഗ്ദത്തമാണ്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല എന്ന് കർത്താവ് നേരിട്ട് പറഞ്ഞ കാര്യമാണ്. But here we can see God himself was saying to everyone, I will never desert you nor will I ever forsake you. ഈ 5-ാം വാക്യം ആ പ്രോമിസിന് ഭയങ്കര ഒരു പ്രത്യേകത ഉണ്ട്. ബാക്കി എല്ലാ പ്രോമിസിനേക്കാൾ അതിന്റെ റൂട്ട് ലാംഗ്വേജ് നോക്കിയാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആ വാക്യം എഴുതിയേക്കുന്നത്. This verse is very beautifully written. In original language. In original language and has a deep meaning. ഞാൻ അങ്ങനെ അധികം ഗ്രീക്ക് പറയത്തില്ലെങ്കിൽ 1-2 ഗ്രീക്കിന്റെ മീനിങ് എന്ന് പറയാം. And I am going to say the meaning of certain Greek words used here. ഇവിടെ നിങ്ങളുടെ ആരുടെയെങ്കിലും കയ്യിൽ അങ്ങനെ ഗ്രീക്ക് ലസിക്കാൻ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നോക്കിയാൽ മതി. ഈ ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല എന്ന വാക്യത്തിനകത്ത് 5 നെഗറ്റീവ്സ് കാണാം. 5 നെഗറ്റീവ്സ്. I will never desert you nor will I ever forsake you. We can see 5 negative phrases. എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ വായിച്ചത് ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല എന്നാണെങ്കിൽ അതിൻ്റെ ഗ്രീക്കിൽ അത് എങ്ങനെ എഴുതിയേക്കെന്ന് അറിയാമോ? ഐ വിൽ നെവർ നെവർ എന്നിട്ട് കൈവിടുകയില്ല, വീണ്ടും നെവർ 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 ഉപേക്ഷിക്കുകയില്ല എന്നാണ് ഒറിജിനൽ ലാംഗ്വേജ്. In original Greek language, it has been written like, I will never, never leave you, nor will I ever, ever, ever forsake you. എന്ന് പറഞ്ഞാൽ 5 negatives are utilized in this statement to emphasize the impossibility of Christ deserting believers. Amen. മനസ്സിലാകുന്നോ? 5 പ്രാവശ്യം ഞാൻ നിന്നെ ഒരിക്കലും 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 കൈവിടില്ല ഉപേക്ഷിക്കയില്ല എന്നാണ് എബ്രായ ലേഖകൻ ആ വാക്യം 1-ാം നൂറ്റാണ്ടിൽ എഴുതി സഭയ്ക്ക് കൊടുത്തത്. In the original Greek language, when the author wrote this Hebrews, based on the Greek context, it was affirmed several times, like 5 times. He kept writing, never, never, never leave. That is the strongest promise that he will never leave us nor forsake us. അങ്ങനെയെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് ഈ വചനത്തിൽ ആശ്രയിക്കത്തില്ല. ഞാൻ നിന്നെ ഒരു നാളും ഒരു നാളും ഒരു നാളും ഒരു നാളും ഒരു നാളും കൈവിടില്ല ഉപേക്ഷിക്കില്ല. അതാ ഞാൻ ആരംഭത്തിൽ പറഞ്ഞത്, ഇത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു പ്രോമിസാണ്. That is the reason the author actually used, I will 5 times, I will never, 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 never forsake you nor leave you. That is the strongest affirmation to each one of us. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ആംപ്ലിഫൈഡ് ബൈബിൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഐ വിൽ നോട്ട് എന്നതിനകത്ത് റിപ്പീറ്റ് ചെയ്താണ് ആ വാക്യത്തിന്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കുന്നത്. If you are using an amplified version of the Bible, you can see again there is a repetition of I will not. എന്തുകൊണ്ടാണ് പിന്നെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഇങ്ങനെ എഴുതിയെന്ന് എനിക്കറിയാൻ പാടില്ല.
ഒരിക്കലും 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 ഒന്ന് റിപ്പീറ്റ് ചെയ്ത് എഴുതാതെ അവർ ആ വാക്യത്തെ ഒരിക്കലും കൈവിടുകയില്ല, ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്നെഴുതി. ഏത് സ്റ്റഡി കമൻട്രി നോക്കിയാലും അതിൻ്റെ ഒറിജിനൽ മീനിങ് ഇങ്ങനെ തന്നെയാണ്. ധൈര്യമായിട്ട് നമുക്ക് ആ വാക്യത്തിൽ ആശ്രയിക്കാം. ഒരു നാളും ഹി വിൽ നെവർ 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 forsake you. He will never never leave you. Amen. So, as a child of God, we can strongly depend or rely on His promise that He will never leave us nor forsake us. അതിന് ഒരാൾ അതിനെ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇങ്ങനെ ഇത്രയും മനോഹരമായിട്ടാണ്: നെവർ നെവർ വിൽ ഐ ലീവ് യു നോർ നെവർ 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 വിൽ ഐ forsake you. Amen. That Hallelujah. is a real translation of that words. Amen. Hallelujah. Praise you, Lord. ഗ്രീക്കും ഒക്കെ പഠിച്ചിട്ടേ ഒരു പയ്യൻ ഒരു അമ്മച്ചിയോട് ഈ വാക്യത്തിന്റെ അർത്ഥം പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് പോയൊരു സ്റ്റോറിയാണ്. There is a story. ഇച്ചിരി പറഞ്ഞു സെമിനാരിലൊക്കെ പഠിച്ച് ഗ്രീക്കൊക്കെ പഠിച്ചിട്ട് A young man went to seminary and he learned Greek, and then he went and talked with an ammachi, grandma. ഗ്രാൻഡ്മയോട് പറഞ്ഞു, ഗ്രാൻഡ്മ ഇതിനകത്ത് 5 നെഗറ്റീവ് ഉണ്ട് കേട്ടോ, 5 നെഗറ്റീവ്. After learning from a seminary, this young man told ammachi that this verse has 5 negatives. എന്നിട്ട് യങ് മാൻ പറഞ്ഞു, ഗ്രീക്കിൽ അങ്ങനാണ് നെവർ 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 ഉണ്ടെന്നോ. And he kept explaining to that ammachi that in Greek it was written 5 times, I will never never never. അമ്മച്ചിയുടെ മറുപടി നിങ്ങൾക്ക് കേൾക്കണോ? ഗ്രാൻഡ്മ എന്നെ പറഞ്ഞെന്നറിയാമോ? Do you want to hear the answer of my grandma? ഗ്രീക്കുകാർക്ക് ചിലപ്പോൾ 5 ടൈംസ് അങ്ങനെ എഴുതേണ്ടതായിട്ട് വരും. എന്നെ സംബന്ധിച്ചിടത്തോളം കർത്താവ് ഒരു തവണ പറഞ്ഞാൽ മതി, ഞാൻ നിന്നെ ഒരു നാളും എന്ത് ചെയ്യല. Praise the Lord. That ammachi strongly said that maybe Greek need that many times to be repeated that phrase, but I only need 1 time His promise. I believe that. നമുക്ക് ഒരു പ്രാവശ്യം മതിയല്ലേ. ഞാൻ നിന്നെ Hallelujah. ഒരു നാളും കൈവിടുകയില്ല, Amen. ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല. എൻ്റെ ബൈബിളിൽ ഇങ്ങനെ മറ്റൊരു വാക്കിയില്ല. Amen. We cannot find any other verses in the entire Bible. This verse as, I will never desert you, nor will I ever forsake you. പിന്നെ ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു, പിന്നെ കർത്താവ് എന്തിനാ നെവർ 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 എന്ന് 5 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞേ? Then I was wondering why God, in the original manuscript, never, never, never was repeated 5 times. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ബലഹീനത, റൈറ്റ്? Because we all know the weaknesses of each one of us. ഒരു വട്ടം ഒന്നും പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് ആശ്വസിക്കാനായിട്ട് എന്ത് ചെയ്യല? Several times we may not be able to be comforted by reading only നമ്മുടെ one time. ബലഹീനതയും നമ്മുടെ ചിന്താഗതികളും നമ്മുടെ ജീവിത സാഹചര്യങ്ങളും നമ്മുടെ ക്രൈസിസും ഒക്കെ നമ്മളെക്കാൾ നന്നായി മനസ്സിലാക്കുന്ന നാഥൻ എഴുതി വെച്ചു, ഐ നെവർ നെവർ ലീവ് യു നോർ ഐ നെവർ 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 forsake you. Amen. He knows our stature. He knows us. That's the reason He kept reminding us, I will never leave you nor forsake you. ക്ലിയർ ആയോ? Amen. Hallelujah. ഇനി 5 പ്രാവശ്യം പോരെ, 10 പ്രാവശ്യം പറയണോ നെവർ 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 എന്ന്? ഇരിപ്പ് കണ്ടിട്ട് 10 പ്രാവശ്യം പറയണമെന്ന് എനിക്ക് തോന്നുന്നു. Hallelujah. Hallelujah. ഇത് മനുഷ്യരാരും പറഞ്ഞതല്ല, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞ കാര്യമാണ്. Amen. This is not said by any man lived in this world, but our God, our Lord Jesus Christ promised us, I will never leave you nor forsake you. അങ്ങനെങ്കിൽ എല്ലാവരും കൈവിടുമെന്ന് തോന്നുമ്പോൾ, Amen. ഒരു പ്രതീക്ഷയും മുന്നിൽ കാണാതിരിക്കുമ്പോൾ ധൈര്യത്തോടെ നമുക്ക് കർത്താവിനോട് പറയാം, അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ നിന്നെ ഒരു നാളും ഒരു നാളും ഒരു നാളും കൈവിടില്ല, ഞാൻ നിന്നെ ഒരു നാളും ഒരു നാളും ഉപേക്ഷിക്കില്ല. So whenever you feel that you are all alone or you are suffering all by yourself, always be strengthened by this promise. He will never leave you. He will never forsake you. ഇനി ഈ പ്രോമിസിന്റെ സറൗണ്ടിങ്ങിൽ നിന്നൊരു 4 കാര്യം ഞാൻ പറയാൻ പോവാം. I would like to say 4 things surrounding this promise. 5-ാം വാക്യം എങ്ങനെ തുടങ്ങുന്നതെന്ന് നോക്കിയേ. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ. The verse began in this way: make sure that your character is free from the love of money, being content with what you have. എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ശ്രദ്ധിച്ചു കേട്ടണം, കർത്താവ് നമ്മളെ കൈവിടില്ല, ഉപേക്ഷിക്കുകയില്ല. അതിനാൽ ഒന്നാമത്തെ കാര്യം കണ്ടന്റ്മെന്റ് ഓഫ് ഹിസ് പ്രൊവിഷൻ. Amen. മനസ്സിലാകുന്നോ? കാരണം ഒരു നാളും
ഒരു നാളും 5 നെഗറ്റീവ് പറഞ്ഞിട്ടാണ് പറഞ്ഞേക്കുന്നത്. കൈവിടില്ല, ഉപേക്ഷിക്കില്ല. അത് ഉറപ്പായത് കൊണ്ട് ദൈവം നൽകിയതിൽ, ദൈവം തന്ന നന്മയിൽ തൃപ്തരായിരിക്കണം. Since our God gave us such a big promise that He will never leave us nor forsake us, so we need to have a contentment with His provision. എന്ന് പറഞ്ഞാലേ 2025 ആവശ്യങ്ങൾ നടക്കാതെ വരുമ്പോൾ, കാര്യങ്ങൾ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കഴിയാതെ വരുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് പറയാം, ദൈവത്തിൻ്റെ കരുതലിൻ്റെ സംതൃപ്തി ഉണ്ടാകണം എന്നാണ് തിരുവെഴുത്തന്നോട് പറഞ്ഞിരിക്കുന്നത്. കാര്യം ഹി നെവർ 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 forsake you. Whenever you face any kind of difficulties, any kind of situations, when you feel that you are troubled, always bear this in your mind and have a contentment with His provision. ഈ കണ്ടൻമെന്റ് വിവരിക്കണമെങ്കിൽ ഫിലിപ്പിയൻസ് 4:11-19 വായിക്കണം. ഫിലിപ്പിയൻസ് 4:11-19. If I want to explain the contentment, we need to go back to Philippians 4, chapter 4, verse 11-19. ഞാനൊരു 5 കാര്യം പറയാം ആ വാക്യങ്ങൾക്കകത്തുനിന്ന് പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാതെ. And I would like to say 5 verses from Philippians chapter 4, verses 11-19. 5 പോയിന്റ് പറയാം. 5 points. പെട്ടെന്ന് ഫിലിപ്പിയൻസ് 4-ലേക്കൊന്ന് വന്നേ. Let us turn our attention to the book of Philippians chapter 4, verses 11-19. അതിന്റെ വേഴ്സസ് 10 onwards. പ്രിസണിൽ കിടന്ന് പോൾ എഴുതുക, നിങ്ങൾ പിന്നെയും എനിക്ക് വേണ്ടി വിചാരിപ്പാൻ തുടങ്ങിയതിനാൽ ഞാൻ കർത്താവിൽ വളരെ സന്തോഷിച്ചു. മുമ്പേ തന്നെ നിങ്ങൾക്ക് വിചാരമുണ്ടായിരുന്നു, എങ്കിലും അവസരം കിട്ടിയില്ല. പോളിൻ്റെ കണ്ടൻമെൻ്റ് ആണ്. കാര്യം എന്താണെന്നറിയാമോ? പോളിൻ്റെ കോൺഫിഡൻസ് ഫിലിപ്പിയിലെ സഭയിലായിരുന്നില്ല. ഹിസ് കോൺഫിഡൻസ് ഇൻ ഗോഡ്സ് പ്രൊവിഷൻ. Amen. We can see in verse 10, he was rejoicing in the Lord because Paul's provision was not on the Philippians or the Philippians church, but his provision was based upon God's provision. നിങ്ങൾ 11-ാം വാക്യത്തിനകത്തൊരു പദം കണ്ടോ? ഐ ഹാവ് ലേൺഡ്. 12-ാം വാക്യത്തിനകത്ത് ഐ നോ. വീണ്ടും ഐ ഹാവ് ലേൺഡ് ദ സീക്രട്ട് ഓഫ് ബീയിങ് ഫിൽഡ് ആൻഡ് ഗോയിങ് ഹംഗ്രി. അങ്ങനെ നമ്മൾ ആ വാക്യങ്ങൾ താഴ്ത്തു വായിച്ചാലുണ്ടല്ലോ, പോൾ പറയുക, ഞാൻ പഠിച്ചിട്ടുണ്ട് തൃപ്തനായിരിക്കാൻ. ഇവിടെ ഇരിക്കുന്ന നമുക്ക് തൃപ്തരായിരിക്കാനായിട്ട് ഒന്നാമത്തെ മാർഗം എന്നാണെന്നറിയാമോ? ഒന്നാമത്തേത് കോൺഫിഡൻസ് ഇൻ ഗോഡ്സ് പ്രൊവിഷൻ. അതുണ്ടാകത്തോടത്തോളം കാലം ക്രേവിങ് ആയിരിക്കും. എത്ര കിട്ടിയാലും നമുക്ക് എന്ത് ചെയ്യല. പോൾ പറയുക, നിങ്ങൾ എന്നെ സഹായിച്ചില്ലെന്ന് ഓർത്ത് എനിക്കൊരു പ്രശ്നമില്ല. കാര്യം എൻ്റെ ആഗ്രഹവും ശ്രദ്ധയും നിങ്ങളിലായിരുന്നില്ല. മൈ കോൺഫിഡൻസ് ഇൻ ദ ലോർഡ്. Paul was clearly explaining that he was content with his God's provision, and that is the reason Paul was repeating that I am not believing in your provision, Philippians provision, but I have a strong confidence in his provision. That's why I am really content. ഇനി ഫിലിപ്പിയൻസ് 4:11 വായിച്ചു നോക്കിയേ. എനിക്ക് ഒന്നും ഇല്ലാതെ ഇരിക്കാൻ അറിയാം. He was satisfied with the little. Amen. He was satisfied with little, Paul, because we can see that in verse 4, chapter 4, verse 12. Contentment is a spiritual virtue. അത് മറന്നു പോകരുത്. Amen. Hallelujah. മനസ്സിലാവുന്നോ? ഇന്നത്തെ ഹെൽത്ത് വെൽത്ത് പ്രോസ്പെരിറ്റി പ്രീച്ചേഴ്സ് കണ്ടൻമെന്റ് അല്ല, നമ്മളെ ദ്രവ്യാഗ്രഹികളാക്കാനായിട്ടാണ് അവർ പ്രസംഗിക്കുന്നത്. ശരിയാണോ? അവരുടെ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ ലോകത്തിലുള്ള എല്ലാവരും നിങ്ങളുടെ അങ്ങോട്ട് വരും. അങ്ങനെയൊക്കെയല്ലേ അവർ പ്രസംഗിക്കുന്നത്. കണ്ടൻമെന്റ് ഈസ് എ സ്പിരിച്വൽ വെർച്യൂ. Amen. If you are content, that is a spiritual virtue. ദൈവമാണ് പ്രൊവിഷൻ നൽകുന്നത്. Amen. ചെറുതായിട്ട് ഐ ആം സാറ്റിസ്ഫൈഡ് വിത്ത് എ ലിറ്റിൽ. 12-ാം വാക്യം, he was independent of circumstances. Amen. In verse 12 we can see he was independent of his circumstances. അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സമയമില്ല. Hallelujah. വീണ്ടും 13-ാമത്തെ വാക്യം നമ്മുടെ ഫേവറേറ്റ് വാക്യമാണ്. He understand the divine power of God. ഏത് സാഹചര്യത്തിലും തൃപ്തനായിട്ടിരിക്കാൻ എന്നെ ശക്തീകരിക്കുന്ന ഒരു കൃപയുണ്ട്. അതോർത്ത് ദൈവത്തിന് സ്തോത്രം. And again he was assuring that he is having a strong confidence in divine power. അങ്ങനെയെങ്കിൽ വായിച്ച വാക്യത്തിലേക്ക് വരിക. എങ്ങനെ അവൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല എന്ന് പറയുമ്പം ഒരു കാര്യത്തിൽ നാം ഉറച്ചോണം,
തൃപ്തരായിക്കോണം. നാളെ എൻ്റെ ആവശ്യവും എൻ്റെ കർത്താവ് നടത്തിത്തരുമെന്നാണ് തിരുവെഴുത്ത് പറഞ്ഞേക്കുന്നത്. Amen. Whenever you face difficulties or trials, always be content because God's promise is He will never leave us nor forsake us. So content with His provision and have a confidence in His provision. രണ്ടാമത്തെ കാര്യം And second thing, നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തത്. ഈ ദ്രവ്യാഗ്രഹം ഉണ്ടോ ഇല്ലയോ എന്ന് ഞാനൊരു ടെസ്റ്റ് പറയാം. I will provide you a test whether you have love of money. ഒരു ദിവസം എത്ര വട്ടം പണം 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 എന്ന് പറയും? How many times you repeat the word money? പണങ്ങിയോ? കർത്താവ് എന്ന് എത്ര വട്ടം പറയും ഒരു ദിവസം? How many times you say Christ or God, Lord? എൻ്റെ നല്ല എക്സാമ്പിളൊക്കെ ഉണ്ട്, സമയമില്ല. ഏതാണോ ക്രേവിങ് അതാണ് വായിക്കട വരുന്നത്. മനസ്സിലാവുന്ന ഹൃദയം നിറഞ്ഞ കവിയും. ചില വാക്യങ്ങളൊന്നും നമുക്കറിയത്തില്ല. ബാലസിംഹങ്ങൾ ഇരകെട്ടാതെ വിശന്നിരിക്കുന്നായിരുന്നു എല്ലാവരും പറഞ്ഞേനെ അല്ലേ? പണ്ടാരണ്ട് പറഞ്ഞ പോലെ അത് ഭയങ്കര ഇഷ്ടം. ഒരാൾ അതിനെ ഹൈലൈറ്റ് ചെയ്ത് എലോയ്ക്ക് ചെയ്ത് റെഡ് ചെയ്ത് ഏറ്റവും അവസാനം അത് കീറിപ്പോയെന്ന് പറയുന്നത് കേട്ടോ വാക്യം. There are certain verses which are very favorite, but whatever we are carrying inside our heart, that will overflow. കൈവിട്, ജോലി ചെയ്യണം, പൈസ സൂക്ഷിച്ച് വെക്കണം, ഇതൊക്കെ തിരുവെടുത്ത് പറയുന്ന കാര്യം. മക്കൾക്ക് കൊടുക്കണം, എല്ലാം പറയുന്നില്ലേ? പക്ഷെ ലവ് ഓഫ് മണി ഈസ് ദ റൂട്ട് കോസ് ഓഫ് ഓൾ ഈവിൾസ്. Amen. We have to work, we have to provide for our family, everything we needed as and when needed. But love of money is the root cause of all evil. മാൻഷൻ വെക്കുന്നതിന് ബൈബിൾ എതിരല്ല. മാൻഷനിൽ ജീവിക്കുമ്പോഴും കർത്താവായിരിക്കണം അതിൻ്റെ സെൻറ്റർ എന്നാണ് തിരുവെടുത്ത് പറയുന്നത്. Whether you make a big mansion, God is not against you. But even though you live inside a mansion, your heart should be connected to God. അവൻ എന്നെ കൈവിടത്തില്ലാത്ത കൊണ്ട് കണ്ടന്റ്മെന്റ് ഓഫ് ഹിസ് പ്രൊവിഷൻ. Since He will never forsake you or leave you, you need a contentment with His provision. രണ്ടാമത്തേത് അഞ്ചാം വാക്യത്തിനകത്ത് തന്നെയുണ്ട്, കമ്പാനിയൻഷിപ്പ് ഓഫ് ഹിസ് പ്രസൻസ്. Amen. Next point is companionship of His presence. ആ വാക്കുണ്ടോ? ഒരു നാളും കൈവിടുകയില്ല. കമ്പാനിയൻഷിപ്പ്. Amen. A constant and ever-present help, a constant companionship of His. എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും ഐ ആം നോട്ട് അലോൺ. Amen. All the time. എന്റെ ആവശ്യം മല പോലെ വലുതാണെങ്കിലും അവൻ എന്നെ ഒരു നാളും കൈവിടുകയില്ല, അവൻ എന്നെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല. അതെന്റെ ധൈര്യമാണെന്നാണ് ആ വാക്യത്തിനകത്ത് വായിച്ചത്. No matter what you are facing each and every day, whether you have that feeling, I have a strong comforter and ever present help always with me, then you will never be afraid. ജോൺ ചാപ്റ്റർ 5 ഒരു രോഗിയെ കാണാം. ആരുമില്ലെന്നാ യേശു ചോദിക്കുമ്പോൾ പറയുന്നത്, വെള്ളം കലക്കുമ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഒരാൾ പോലും ഇല്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനല്ല. ഹി നെവർ 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 ലീവ് യു, നെവർ നെവർ forsake you. We can see in the book of John chapter 5, there was a lame man. He was saying that there was no one to help me when the water stirred up. That's the reason I'm not being healed. But that is not the case of each one of us. Those who are born again, they have a Father who is always with you as a constant and ever-present help. So His promise is, I will never leave you nor forsake you. ഡാനിയൽ ചാപ്റ്റർ 3 നമുക്കറിയാവുന്ന സ്റ്റോറിയല്ലേ? നാലാമനായി അവരുടെ കൂടെ ഒരുവൻ ഇറങ്ങി വരുന്നു. And we are all very familiar with the story in the book of Daniel chapter 3. As the fourth person, God Himself came in the midst of fire. ഞാൻ വായിക്കണമെന്നൊക്കെ ഓർത്ത് പ്രിപ്പയർ ചെയ്തുകൊണ്ട് വന്നതാ. ലൂക്ക് 24 എമ്മോസിലേക്ക് പോയ 2 ഡിസൈപ്പിൾസിന്റെ കാര്യം പറയുന്നില്ലേ? Luke 24 also, we can see 2 disciples were walking through the area of Emmaus. They are from Jerusalem to Emmaus. And they were walking from Jerusalem to Emmaus. അവർ പറയുന്ന കുറച്ച് കാര്യമുണ്ട്. ഞങ്ങളുടെ സ്ത്രീകൾ പോയി നോക്കി ബോഡി കണ്ടില്ല. And they were saying that our ladies went to the tomb and they didn't find the body of Jesus. ഞങ്ങൾ അവനെ കണ്ടില്ല. We also couldn't find him. വീണ്ടും അവിടെ വായിക്കുന്നുണ്ട്, അവിടെ എങ്ങും അവനില്ല. They were explaining, we are unable to find him anywhere in that area. എല്ലാ ആശയും അറ്റുപോയപ്പോൾ അന്ന് രാത്രി കൂടെ പാർക്കാം നേരം വയ്യല്ലെന്നൊരു പാട്ട് നമ്മൾ പാടത്തില്ലേ? അന്ന് രാത്രി ആ വീട്ടിൽ കർത്താവ് ചെല്ലുന്നു.
When they thought that everything went away, no one is there to help them. At that time, Lord Himself appeared to them, and that is why, and He abode with them that night. പ്രിയപ്പെട്ടവരെ, നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ദൈവസാന്നിധ്യം അനുഭവിക്കുക എന്ന് പറയാറുണ്ട് അല്ലേ? അനുഭവിക്കുക. Usually we say that we can feel the presence of God's help. ഞാൻ എപ്പോഴും പറയാറുണ്ട്, the presence of God is not just merely our feeling, it is a promise from God. Amen. Presence of God is not just a promise, but it is a Just reality. ഫീലിംഗ് അല്ല. It is not a feeling, it is a ചിലപ്പോൾ നമുക്ക് reality. ഫീലിംഗ് ഉണ്ടായേക്കാം, Maybe, പക്ഷെ that is not just mere feeling. but that is not just a feeling. Presence of God is not just a feeling, it is a reality. എനിക്ക് ഫീലിംഗ് ഉണ്ടെങ്കിലും എനിക്ക് ഫീലിംഗ് ഇല്ലെങ്കിലും ലോകാവസാനത്തോളം എൻ്റെ കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞവൻ്റെ പ്രോമിസ് ഉണ്ട്. അതുകൊണ്ട് എൻ്റെ ട്രസ്റ്റ് ഫീലിംഗിലല്ല, എൻ്റെ ട്രസ്റ്റ് പ്രോമിസിലാണ്. Whether you have that feeling or not, your trust should not be based upon your feelings, but your trust should be based upon the promises of God. അങ്ങനെയെങ്കിൽ ജീവിത സാഹചര്യത്തിൽ നമ്മളും പറയാറുണ്ട്, അവനെ കാണാനില്ല, അവൻ ഇവിടെ ഇല്ല, അവൻ്റെ വാക്കുകൾ കേൾക്കാനില്ല, എല്ലായിടത്തും അൺസർട്ടനിറ്റി ഫീൽ ചെയ്യുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് പറയാം, നിങ്ങൾ എൻ്റെ കൂടെ പാർപ്പീൻ എന്ന് പറയുന്നവൻ നമ്മുടെ കൂടെയുണ്ട്. So whenever you face difficulties and whenever you cannot see anyone else along with you, whenever you feel all alone, at that time there is a promise keeping Father who said that I will come and abide with you. That Father will never leave you nor forsake you. നമുക്കിഷ്ടമുള്ളൊരു വാക്യം, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. We are all so familiar and we love that verse. Though I walk through the valley of the shadow of death, I will never fear evil because you are with me. നമ്മൾ പാടുന്നൊരു പാട്ട്, എനിക്ക് യേശുവുണ്ട് ഈ മരുവിൽ അല്ലേ? We usually sing a song, my Lord is always with me throughout the journey on this earth. രണ്ട് കാര്യം മനസ്സിലായില്ല. അല്പം കൂടെ മുന്നോട്ട് പോയിട്ട് 1 മണിക്ക് ആശീർവാദം പറയുന്നതായിരിക്കും, 1 o'clock. I'm going to move a little bit more and I'm going to conclude around 1. നടപ്പ് ദ്രവ്യാഗ്രഹം ഇല്ലാതായിരിക്കണം, ഒരു നാളും കൈവിടുകയില്ല. You have to have your walk without the love of money and being content with what you have. ഇനി 6 വാക്യം നോക്കിയേ. Now look at verse 6. കർത്താവ് എനിക്ക് തുണ, The Lord is my helper. ഞാൻ പേടിക്കില്ല. I will not be afraid. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും? What will man do to me? നമുക്ക് ധൈര്യത്തോടെ പറയാം. Amen. We can confidently say that. മൂന്നാമത്തെ കാര്യം എന്നാണെന്നറിയാമോ? കോൺഫിഡൻസ് ഓഫ് ഹിസ് പ്രോമിസസ്. Amen. The third point is the confidence of his promises. ധൈര്യം എന്നൊരു വാക്ക് അവിടെ ഉണ്ടല്ലേ? We can see that phrase, confidence. അടുത്ത സെക്കൻഡിൽ എല്ലാം നടക്കും നടക്കുകയില്ല എന്നതുകൊണ്ട് നമ്മളിങ്ങനെ ഷിവർ ചെയ്യുമ്പം തിരുവെഴുത്ത് പറയുകയാണ്, കോൺഫിഡൻസ് ഇൻ ഹിസ് പ്രസൻസ്, ഐ വിൽ നെവർ 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 ലീവ് യു, ഐ വിൽ നെവർ നെവർ forsake you. Amen. We can have a strong confidence in his presence. ആ കോൺഫിഡൻസ് എന്ന വാക്കിനൊക്കെ ഒത്തിരി അർത്ഥമുണ്ട്. ഒരു കാരണവശാലും അവൻ നമ്മളെ കൈവിടുകയില്ല, അവൻ്റെ സ്നേഹം നമ്മളെ വിട്ടു പോകുകയില്ല, മാറോട് നമ്മളെ അണയ്ക്കും. അതുകൊണ്ട് ധൈര്യത്തോടെ പറയാം, ഞാൻ പേടിക്കില്ല. So we can confidently say his promises, he will never leave us. That's why we can say confidently that I will never be afraid. Praise the Lord. Hallelujah. സ്കോട്ട്ലൻഡിലുള്ള ഒരാളുടെ ഒരു ചെറിയ ബയോഗ്രഫി പറയാം. I'm going to say a biography of a person from Scotland. അദ്ദേഹത്തിന്റെ പേര് ജോർജ് മാറ്റ്സൺ എന്നാണ്. ജോർജ് മാറ്റ്സൺ. George Mattson was his name. അദ്ദേഹത്തിന്റെ എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞ് വിവാഹത്തിന്റെ After his engagement, പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു പ്രത്യേക തരം രോഗം ഉണ്ടായി. he was caught up with a specific ailment or disease. അദ്ദേഹത്തിന്റെ കണ്ണിന്റെ കാഴ്ച പെട്ടെന്ന് ഡൗൺ ആവുന്നു. He lost his vision. ഡോക്ടർ പറഞ്ഞു, ഇനി 3 days കൂടെ ഉള്ളെന്ന് പറഞ്ഞു നിന്റെ കണ്ണിന്റെ കാഴ്ച. Doctors told him that you can actually see anything for 3 days more. എൻഗേജ്മെന്റ് നടത്തിയ ആ എൻഗേജ്മെന്റ് കഴിഞ്ഞ ആ പെങ്കുച്ചിനോട് ജോർജ് മാറ്റ്സൺ വിളിച്ചു പറഞ്ഞു, ഐ വാണ്ട് ടു സീ യു. George Mattson called that engaged girl and told her that I want to see you. കാരണം പറഞ്ഞു, എൻ്റെ കണ്ണിന്റെ കാഴ്ച 3 ദിവസം കൂടെ ഉള്ളൂ, എനിക്ക് നിന്റെ മുഖം ഒന്ന് കാണണമെന്ന് പറഞ്ഞു. Because he called and told that girl, I have only 3 more days to see anything, so I want to see your face one more time. അവിടെ മറുപടി എന്നാണെന്നറിയാമോ? Do you know what her reply was? If you are going to be blind, I don't want to see you. She replied that if you are going to be blind, I do not want to see you.
ആ കോണ്ടസ്റ്റിൽ ജോർജ് മാർസൺ എഴുതിയ വളരെ മനോഹരമായൊരു ഹിമ്മുണ്ട്, ഓ ലവ് ദാറ്റ് വിൽ നോട്ട് ലെറ്റ് മീ ഗോ. ആ പാട്ട് എഴുതാനുള്ള കോണ്ടക്സ്റ്റ് അതാണ്. George Matt, after hearing that answer from that girl, that man of God wrote a beautiful hymn. ഓ ലവ് ദാറ്റ് വിൽ നോട്ട് ലെറ്റ് മീ ഗോ. Amen. പാട്ടുകാരെ, അത് നമുക്ക് അങ്ങോട്ട് പാടാൻ ബുദ്ധിമുട്ടാണ്, ഇച്ചിരി സ്ലോ ആണ്, പക്ഷെ വെരി ബ്യൂട്ടിഫുൾ സോങ്. That song was really beautiful. ലോകത്തിലെ സ്നേഹമൊക്കെ പോവും, This- ഏ ലവ് ദാറ്റ് വിൽ നോട്ട് ലെറ്റ് മീ ഗോ. The earthly love will depart us, but heavenly love will never depart us. വീണ്ടും നമ്മൾ ആ വാക്യം വായിക്കുമ്പം Hallelujah. കംഫർട്ട് ഓഫ് ഹിസ് പ്രൊട്ടക്ഷൻ അതിനകത്തുണ്ട്, ആ വാക്യത്തിനകത്ത്. And again we can see a comfort in his protection. അതുകൊണ്ടാണ് ഞാൻ പേടിക്കയില്ല എന്ന് പറഞ്ഞേക്കുന്നത്. That is the reason he was saying that I will not be afraid. Hallelujah. വളരെയധികം കാര്യം പറയാനായിട്ടുണ്ടായിരുന്നു. ഇതിനെല്ലാം കൂടെ ചേർത്ത് നമുക്ക് എന്നാ പറയാം, ജീവിതത്തിന്റെ എല്ലാ സാഹചര്യത്തിലും ഐ ആം നോട്ട് അലോൺ. Amen. In summary, we can say that I am not alone. I am not ashamed. And I am not ashamed. I am not afraid. And I am not afraid. I am not going to worry. And I am not going to worry. Praise Lord. Hallelujah. കാര്യം എന്നാ, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല. What is the reason? Because there is a strong promise, that is, I will never forsake you, and I will never leave you. ഒരു സ്റ്റോറി ഇങ്ങനെ പറഞ്ഞിട്ട് വാക്കുകൾ നിർത്തുന്നു. And I'm going to say one more ഒരു story. ഗ്രൂപ്പ് ഓഫ് ബോട്ടാണിസ്റ്റ് ഒരു പ്രത്യേകതരം ചെടി തപ്പി നടക്കുമായിരുന്നു. A group of botanists were searching for a specific type of plant. അവർ വളരെ അന്വേഷിച്ചു, ഫൈനലി അവരത് കണ്ടുപിടിച്ചു. Finally, they found the specific plant what they were searching. അത് വളരെ ഡീപ്പായിട്ടുള്ള ഒരു സ്ഥലത്തായിരുന്നു, ഇവർക്കത് പറിച്ചെടുക്കാനായിട്ട് പറ്റത്തില്ല. That plant, they found it, that was hidden in a deep place. They were unable to pluck it. അന്നേരം അടുത്ത് നിന്ന ആ പരിസരത്തുള്ളൊരു പയ്യനോട് പറഞ്ഞു, നിനക്കത് ഞങ്ങൾക്കൊന്ന് പറിച്ചു തരാമെന്ന് ചോദിച്ചു. Then that botanist asked one child was standing there, and he asked that son, can you please go and pluck that plant for us? അന്നേരം ആ പയ്യൻ പറഞ്ഞു, അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്, ഞാൻ വീഴുമെന്ന് പറഞ്ഞു. That child said that I am unable to pluck because it is too deep, I may fall. അന്നേരം ബോട്ടാണിസ്റ്റ് പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ റോപ്പുണ്ട്, ഞങ്ങൾ കെട്ടിക്കോളാം നിന്നെ. But botanist told him that we have a rope, we will bind you and then you go and pluck it for us. ഏറ്റവും അവസാനം ഈ പയ്യൻ എന്നെ പറഞ്ഞറിയാമോ, ഓക്കെ വെയിറ്റ് എ മിനിറ്റ്, ഒരു മിനിറ്റ് വേണം, ഞാൻ ഓടിപ്പോയി ഒരാൾ വിളിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞു. But this boy actually told, I need one more minute, let me go and get one man. ഒരു മനുഷ്യൻ വന്നു. One man came there. ഈ കയറൊക്കെ ഈ പയ്യന്റെ ദേഹത്ത് കെട്ടി. This rope was bound in that boy's body. എന്നിട്ട് ഈ കയറ് ഈ വന്ന ആളുടെ ഇവൻ കൊടുത്തു. This boy told the tip of the rope should be given to that man he was called. എന്നാൽ ഈ ബോട്ടാണിസ്റ്റിനോട് ഈ പയ്യൻ പറഞ്ഞു, ഇതെന്റെ അപ്പനാന്ന് പറഞ്ഞു. Then to the botanist, this child said that this is my father. കാരണം ബോട്ടാനിസ്റ്റ് കയറേന്ന് കൈവിട്ടാലും എൻ്റെ അപ്പൻ കയറേന്ന് കൈവിടുകയില്ല. Because though the botanist maybe they tired or they may leave him from losing that rope, but he is sure that his father will never loosen that rope. അതുകൊണ്ട് ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും നമ്മുടെ ജീവിതത്തിന്റെ കയറ് കർത്താവിന്റെ കയ്യിൽ കൊടുക്കണം. So always, no matter what the situation and circumstances of your life, give the rope of your life, anchor of your life in the hand of your father. എന്നിട്ട് ആ പ്രോമിസ് പറയണം, അവൻ എന്നെ ഒരു നാളും കൈവിടുകയില്ല, അവൻ എന്നെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല. അതുകൊണ്ട് മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുമെന്ന് ഞാൻ ധൈര്യത്തോടെ പറയും. So always remember and always say in your mind, this is the promise to each one of us, I will never desert you, nor will I ever forsake you. And then you can confidently say, the Lord is my helper, I will not be afraid. What will man do to me? സന്ദേശം ക്ലിയർ ആയെങ്കിൽ പ്രൈസ് ലോർഡ് പറയാമോ? Hallelujah. പ്രൈസ് ലോർഡ്. എഴുന്നേറ്റ് ഒരു പാട്ട് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം.